അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡ് വേണം, അത് ട്രംപ് പണ്ടേ പറഞ്ഞതാണ്. എന്നാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആർട്ടിക് സമുദ്രത്തിൽ വെറും ഒരു കച്ചവടമല്ല നടക്കുന്നത്, അവിടെ ഒരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് ട്രംപ്. ലോകത്തെ വൻ ശക്തികൾക്കിടയിൽ കൊടും തണുപ്പിൽ നടക്കുന്ന ഒരു രഹസ്യ നീക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. റഷ്യയും ചൈനയും തടയിടാൻ ട്രംപ് തിരഞ്ഞെടുത്തത് ഫിൻലാൻഡിനെയാണ്. എന്താണ് ആർട്ടിക് സമുദ്രത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് അമേരിക്കയുടെ ഈ ഒരു സീക്രട്ട് ഡീൽ എന്ന് നോക്കാം. ആർട്ടിക് സമുദ്രം ഇപ്പോൾ വെറും ഒരു മഞ്ഞു പ്രദേശമല്ല, അതൊരു തന്ത്രപ്രധാനമായ യുദ്ധക്കളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മേഖലയിൽ മേധാവിത്വം സ്ഥാപിക്കാൻ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ നീക്കമാണ് ഫിൻലാൻഡുമായിട്ടുള്ള ഈ ഒരു പുതിയ കരാർ. ലളിതമായി പറഞ്ഞാൽ അമേരിക്ക ഫിൻലാൻഡിൽ നിന്ന് അത്യാധുനിക ഐസ് ബ്രേക്കർ കപ്പലുകൾ വാങ്ങുകയാണ്. സാധാരണയായി അമേരിക്കൻ നിയമം അനുസരിച്ച് അവരുടെ നാവികസേനയ്ക്കുള്ള കപ്പലുകൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണം എന്നാണ്. എന്നാൽ ട്രംപ് ആ നിയമം കാറ്റിൽ പറത്തുകയാണ്. മറ്റെല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയതുപോലെ തന്നെ റഷ്യയുടെയും ചൈനയുടെയും വെല്ലുവിളി നേരിടാൻ അമേരിക്കയ്ക്ക് സ്വന്തമായി മതിയായ കപ്പലുകളില്ല. അതിനാൽ നാഷണൽ സെക്യൂരിറ്റി എന്ന കാരണം കാണിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കുന്ന ഫിൻലാൻഡിനെ ട്രംപ് കൂട്ടുപിടിച്ചിരിക്കുകയാണ്. 4 കപ്പലുകൾ ഫിൻലാൻഡിലും ബാക്കി 7 എണ്ണം ഫിൻലാൻഡിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അമേരിക്കയിലും നിർമ്മിക്കാനാണ് ട്രംപിന്റെ പദ്ധതി. എന്തുകൊണ്ടാണ് ഫിൻലാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലളിതമാണ്. ഐസ് ബ്രേക്കർ നിർമ്മാണത്തിൽ ഫിൻലാൻഡാണ് ലോകത്തിലെ സൂപ്പർ പവർ. ലോകത്തുള്ള ഐസ് ബ്രേക്കറുകളിൽ 80% ഡിസൈൻ ചെയ്യുന്നത് ഫിൻലാൻഡാണ്. ശൈത്യകാലത്ത് കടൽ പാടെ ഉറഞ്ഞു പോകുന്ന രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. അവരുടെ 97% ചരക്ക് നീക്കവും കടൽ വഴിയുമാണ്. മഞ്ഞ് പൊട്ടിച്ച് വഴി തെളിയിക്കുന്ന ഐസ് ബ്രേക്കറുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഫിൻലാൻഡ് പട്ടിണിയിലാകും. അതുകൊണ്ട് തന്നെ മഞ്ഞ് മുറിച്ച് മാറ്റുന്നതല്ല, മഞ്ഞിന് മുകളിലേക്ക് കയറി കപ്പലിന്റെ ഭാരം കൊണ്ട് മഞ്ഞ് അമർത്തി പൊട്ടിക്കുന്ന സവിശേഷമായ സാങ്കേതിക വിദ്യ അവർ വികസിപ്പിച്ചു. ഈ ഫിന്നിഷ് മാജിക്കാണ് ഇപ്പോൾ ട്രംപിന് ആവശ്യം. ഇതൊരു ആയുധ കച്ചവടത്തിനപ്പുറം വലിയൊരു ഭൗമരാഷ്ട്രീയ നീക്കം കൂടിയാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം മൂലം ആർട്ടിക് മഞ്ഞുരുങ്ങുമ്പോൾ പുതിയ കപ്പൽ പാതകൾ തുറക്കുകയാണ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള എളുപ്പ വഴിയാണിത്. മാത്രമല്ല ആർട്ടിക് കടലിനിടയിൽ കോടിക്കണക്കിന് രൂപയുടെ എണ്ണയും പ്രകൃതിവാതകവും ഉണ്ട്. ഇവിടെയാണ് അമേരിക്ക പിന്നിലായി പോയത്. കാരണം റഷ്യയ്ക്ക് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഭീമൻ കപ്പലുകൾ ഉൾപ്പെടെ 40-ലധികം ഐസ് ബ്രേക്കറുകളുണ്ട്. ചൈനയും എണ്ണം കൂട്ടുന്നുണ്ട്. എന്നാൽ അമേരിക്കയ്ക്കുള്ളത് വെറും 3 കപ്പലുകൾ മാത്രമാണ്. എത്ര വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടായിട്ടും കാര്യമില്ല, ആർട്ടിക്കിലെ മഞ്ഞിൽ വഴിവെട്ടാൻ ഐസ് ബ്രേക്കർ തന്നെ വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. റഷ്യ ഈ മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. അത് തകർക്കാനാണ് ഇപ്പോൾ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഈ തിടുക്കത്തിലുള്ള നീക്കം. അതുതന്നെയാണ് ട്രംപും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ശാന്തമായിരുന്ന ഫിന്നിഷ് കപ്പൽശാലകൾ ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിക് ഇനി വെറും ഒരു അതിർത്തിയല്ല, വരും കാലത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക മത്സരത്തിനുള്ള വേദിയാണ്. തണുത്തുറഞ്ഞ ആർട്ടിക്കിൽ ചൂടേറിയ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളം.